ൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്നാ സംഭവം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളും മിസ്റ്റർ പ്രണോ ഗെയിമിംഗ് എന്നുള്ള ഒരു പേരിലായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ട പേര്, മിസ്റ്റർ പ്രണോ ഗെയിമിംഗ്. പക്ഷേ എൻ്റെ മനസ്സങ്ങ് മാറി. പേരൊന്ന് മാറ്റിയാലോ എന്നാലോചിച്ച്. സത്യം പറഞ്ഞാൽ ഇത് പ്രാന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പേര് മാറ്റുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് മുഫാസ ഗെയിമിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇനി മിസ്റ്റർ പ്രണോ ഗെയിമിംഗ് എന്നല്ല എന്നെ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ അറിയപ്പെടുന്നത് മുഫാസ എന്നുള്ളൊരു ഇതിലാണ്. അപ്പം ഇനിയും തൊട്ട് നമ്മുടെ ചാനൽ ഫുള്ളും ഭയങ്കര ഇതായിരിക്കും, സീനായിരിക്കും. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അറ്റ് നടിക്കണം. മറ്റേ സെർച്ചിൽ പോയിട്ട് മുഫാസ 1945 നടിച്ചാൽ മതി ഗൈസ്. അപ്പോൾ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 346 അങ്ങനെ കണ്ട സംതിങ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 16 അടിക്കും, 316 അടിക്കും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നല്ലപോലെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊക്കെ അടിക്കാം. അപ്പം നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര പവറായിരിക്കണം ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി നോക്കുവാണെങ്കിൽ എന്തോ ഒരു സാമാനം ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്തോ ഒരു ക്രാഫ്റ്റ് ലാൻഡ്. അത് വേണേ കളിക്കാം, വേണമെങ്കിൽ കളിക്കണ്ട. നമുക്കൊന്ന് കളിച്ച് നോക്കാം ഗൈസ്, കളിച്ച് നോക്കാം. ഞാനൊരു പ്രാവശ്യം കളിച്ചതായിരുന്നു. സാമാനം എന്ത് ചെയ്യും, പോയോ? എനിക്ക് അത് പോയോന്ന് ഡൗട്ടുണ്ട് ഗൈസ്. പോയില്ല. അതായത് ഇൻഫിനിറ്റി എന്തോ സംഭവമാണ്. അപ്പം നമുക്കിത് ഞാൻ കുറേ കളിച്ച്. ഞാനൊരു 3 കളി എങ്ങാണ്ടോ 2-3 കളി കളിച്ചായിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ M80 ഇത് കാണും. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ ടീമിൽ എല്ലാവരും അടിച്ചു കൊല്ലണം. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടും. അപ്പുറത്തെ ടീമിൽ 4 പേരുണ്ട്, നമ്മുടെ ടീമിൽ 4 പേരുണ്ട്. നമ്മൾ അപ്പുറത്തെ ടീമിലെ 4 പേരെയും കൊല്ലുവാണെങ്കിൽ നമ്മൾ ഈ കളി ജയിക്കും. ഒരു കളി ജയിക്കും. അങ്ങനെ 4 റൗണ്ട് നമ്മൾ ജയിക്കണം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ M80 മാത്രമേ ഉള്ളൂ ഗൈസ്. വേറൊരു ഗണ്ണ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഓരോ റൗണ്ട് ഓരോരോ ഇതായിരിക്കും ഗൈസ്. നമുക്ക് അൺലിമിറ്റഡ് ഗ്ലൂ ആളുണ്ട്. ഇപ്പം പറയുവാണെങ്കിൽ നമുക്കൊരു സ്കില്ലുണ്ട്. അത് ഞാൻ വെച്ചേക്കുന്നതല്ല. നമുക്ക് മറ്റേ തച്ചയുടെ സ്കില്ലാണ് ഗൈസ് ഇതിനകത്തുള്ളത്. അയ്യോ ബാക്കി നച്ചീസ്. ഇങ്ങനെ തച്ചുവയുടെ സ്കില്ലാണ് ഗൈസ് ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. പിന്നെ അടുത്ത റൗണ്ട് ചിലപ്പോൾ ചാടുന്ന വല്ലായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഗൈസ് സംഭവം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കിയാൽ മതി ഗൈസ്. അപ്പോൾ കിട്ടുമായിരിക്കും, വലിയ കുഴപ്പമില്ല. ഞാൻ ചത്തേ. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുത്തിനെ അടിക്കാൻ നിന്നപ്പോൾ ബാക്കിൽ നിന്ന് അടിച്ച്. അപ്പുറത്തെ ടീം പ്രോ ആണോ എന്ന് ഡൗട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് കളി ജയിക്കാൻ നോക്കാം. ഓക്കെ. കണ്ടോ, ഇപ്പം നമുക്ക് ചാടുന്ന ഒരിതാ. നമുക്ക് നല്ലപോലെ ചാടാനൊക്കെ പറ്റുന്നുണ്ട്. അതാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ ചാടുന്ന മാത്രമല്ല വന്നു വരുന്നത്. ഞാൻ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. എടാ പൊക്കല്ലടാ. എടാ പൊക്കിയോടാ. എന്നാണ് ഞാൻ ഒരുത്തനെ കില്ലെടുത്തതായിരുന്നടാ. ഓക്കെ, എന്നാത്ത് നമുക്ക് വേറെ ഈ റൗണ്ടിൽ നമുക്ക് ചാടുന്നൊരു സംഭവമാണ്. ചിലപ്പോൾ അടുത്ത റൗണ്ട് M80 X എങ്ങാണ്ടോ ഇല്ലേ, X-ഓ 7-ഓ ത്രിബിളോ അങ്ങനെ പറയുന്നെങ്ങാണ്ടോ സംഭവമൊക്കെ കാണും. അത് കാണിക്കും. ഇവൻ കളി എടുക്കുമോ? അപ്പുറത്തെ ടീമിൽ 2 പേരേ ഉള്ളൂ, നമ്മുടെ ടീമിൽ ഒരുത്തനേ ഉള്ളൂ. സിമ്പിളാ, നോക്കിയാൽ ഇവനെ എടുക്കാം.
രണ്ടുപേരുണ്ട്, ഇച്ചിരി പാടാ. ചിലവരൊന്നും ചാവത്തില്ല ഗൈസ്. ഞാൻ ഈയിടെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇതാരും ചാവുന്നൊന്നുമില്ല. എനിക്ക് അവസാനം ദേഷ്യം വന്നിട്ട് ഞാനങ്ങ് ഇതായി ബാക്ക് അടിച്ച്. ആരും ചാവാത്തതുകൊണ്ട് ഞാനങ്ങ് ബാക്ക് അടിച്ച്. ഇല്ലല്ലേ, എടാ കളി ജയിക്കുക അല്ലെങ്കിൽ ചാവ്. നീ എന്തെങ്കിലും ജയിക്ക്, ബോറടിക്കുന്നു. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. നമ്മൾ കണ്ടോ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നത് കണ്ടോ? കുഴപ്പമില്ല, നമ്മൾ കാണിച്ചു തരാം, നമ്മുടെ ശരിക്കുള്ള പവറൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ്, ഇന്നത്തെന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പ് ട്രെയിനിങ് ആണ്. അവിടെ കണ്ടോടാ, അത് കണ്ടോ ഗ്ലൂവാളിൻ്റെ അകത്തൂടെ ഒക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു ഇവന്മാരൊക്കെ ഹാക്കറാണ്. എന്നാടാ ഇങ്ങനെ ഗൈസ്? അത് കണ്ടോ നമ്മുടെ എയർ ഡ്രോപ്പ് എയർ ഡ്രോപ്പ് വിൽ റെയിൻ ഇൻ ദ ഗ്രൗണ്ട് ഇൻ ദിസ് ഗ്രൗണ്ട്. അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ എയർ ഡ്രോപ്പ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും, അൺലിമിറ്റഡ് എയർ ഡ്രോപ്പ് പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നമ്മുടെ ടീം ചത്തുപോയില്ലോ. ഇവന്മാർ ഹാക്കറാണ്, നിങ്ങൾ കണ്ടല്ലോ ഗ്ലൂവാളിൻ്റെ അകത്തൂടെ ഒക്കെ വരുന്നത്. അപ്പോൾ എന്നാണ് അങ്ങനെയൊക്കെ. ഓക്കെ ഗൈസ്, ഇന്നത്തെ M80 നമ്മുടെ എക്സ് ഇല്ലേ, എക്സ്, അതാണ് ഗൈസ് ഇന്നത്തെ വരുന്നത്. കണ്ടോ നമ്മുടെ 3 ബുള്ളറ്റൊക്കെയുള്ള M80 എക്സ്, അതാണ് നമുക്ക് ഇന്നത്തെ വരുന്നത്. ഈ കളിയെങ്കിലും ഞാൻ ജയിക്കും. കണ്ടോ? അയ്യോ, ഞാൻ ചത്തില്ലെന്നുള്ള മൈൻഡിലാണ്. നമ്മൾ കളി ജയിക്കാറായിട്ടുണ്ട്. അപ്പുറത്തെ ടീം ഒരുത്തനും കൂടെ ഉള്ളൂ. അവൻ എന്ത് ചെയ്യും ഇന്നത്താണ്? കളി ജയിച്ച്. ഞാൻ കില്ലൊന്നും എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, ഇതന്നെ വരാത്ത. ഞാൻ ഒരു കില്ലും എടുത്തില്ല. ഞാൻ കുറേ നോക്ക് ഇടുന്നുണ്ട്, പക്ഷെ അതാണ് വർക്കാവുന്നില്ല അങ്ങോട്ട്. ഈ ക്രാസ്ലാൻഡ് കുഴപ്പമില്ല ഗൈസ്. ഗൈസ്, ഈ സംഭവം എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് ഹാവ് ബിഗ് ഹെഡ് ഇൻ ദിസ് റൗണ്ട്. ഈ കളി നോക്കുവാണെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഒക്കെ എൻ്റെയും തലയൊക്കെ ഇങ്ങനെ വലുതായിരിക്കുന്നതാണ് ഈ സംഭവം. ഈ സംഭവം നോക്കുവാണെങ്കിൽ അതാണ് ഈ സംഭവം. ഗൈസ്, ഒരു കില്ലുണ്ടല്ലോ ഗൈസ്, ഒരു കില്ലുണ്ട്, മതി. ഓക്കെ, നമ്മളിപ്പോൾ കംബാക്ക് അടിക്കാനുള്ളൊരു ഇതിലുണ്ട് ഗൈസ്. പ്ലെയർ വിൽ ഹാവ് മാക്സിമം EP ഇൻ ദിസ് റൗണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് EP മാക്സിമം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ EP എന്ന് പറയുകയാണെങ്കിൽ മറ്റേ നമ്മുടെ ഹെൽത്തിൻ്റെ തൊട്ട് മണ്ടായിരിക്കുന്ന ആ യെല്ലോ കളർ സാമാനം, അതാണ് EP. അതെന്നാത്തിനാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അയ്യോ, ചത്തി കണ്ടോ? എടാ ചാവടാ, നീ ഓടിപ്പോവാതേടാ. ഓക്കെ, ഒരുത്തനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുത്തരം കൂടെ ഉള്ളു ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ. ഇതാണ് ഗൈസ് നമ്മുടെ കംബാക്ക് എന്ന് പറഞ്ഞ ഗൈസ്. 3-3, ഒരു കളിയും കൂടെ മതി എന്ന് തോന്നാം. നമുക്ക് ഇന്നത്തെ 4 കളിയാണ് ഗൈസ്. അപ്പം ഒരു കളിയും കൂടെ മതി.
ഓക്കെ ഗൈസ്, എനിക്ക് 3 കില്ലുണ്ട്. ഓക്കെ, ഈ കളി നോക്കുവാണെങ്കിൽ നമ്മുടെ MAT 2 നമ്മുടെ 2 കയ്യിലും അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ എനിക്കിത് ഇച്ചിരി കുഴപ്പമില്ലെന്ന് വേണം പറയാം. അയ്യോ ചത്തു, അയ്യോ ചത്ത് ഗൈസ്, ചെറുതായിട്ടൊന്ന് വടിയായിട്ടുണ്ട്. ഓക്കെ, മൂഞ്ചിപ്പോയി. കമ്മോൺ ഗൈസ്, നമ്മുടെ ടീം മൂഞ്ചിയിട്ടുണ്ട്. ഇത് ഒരുത്തൻ ഇവിടെ വടി പോലെ നിൽക്കുന്നുണ്ട്. തും സഹൂർ ആയിട്ടാണ്. കുഴപ്പമില്ല, ഈ കമ്പാക്ക് അടിക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ചെറുതായിട്ടൊന്ന് പോയി, കുഴപ്പമില്ല. ഓക്കെ, വിഷമമൊന്നുമില്ല, ചെറിയൊരു സങ്കടമുണ്ട് ഗൈസ്, സങ്കടം. കളി പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ തോറ്റു. പറയൂ ബാക്ക്, നമ്മൾ തോറ്റില്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ ഈ കളി തോറ്റിട്ടുണ്ട്. ഞാൻ വലിയ കാര്യത്തിൽ ഷോ ഒക്കെ കാണിച്ച് അടിക്കാൻ പോയപ്പോൾ 2 പേര് തന്നെ അങ്ങോട്ട്, 2 പേരാണോ എന്ന് പറഞ്ഞാൽ ഒരാളെന്നെ കൊന്നു. എന്നാലും ഒരു വൃത്തികെട്ട പരിപാടിയായി പോയി ഗൈസ്. ഒരു UMP കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വല്ല പെർമനൻറ്റ് ആയിരിക്കുമെന്ന്. 24 hours. ഈ SK വൈറ്റ് ഉണ്ട് ഗൈസ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൈസ്, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനൊരു പരിപാടി ഇല്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഒന്ന് ചെറുതായിട്ട് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്ന് മാറ്റി മുഫാസ ഗെയിമിംഗ് എന്നാക്കി. ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ അറിയപ്പെടുന്ന അങ്ങനെയായിരിക്കും. എനിക്ക് പ്രണവ് ഗെയിമിംഗ് നേരത്തെ ആദ്യം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പം എന്തുമായിരുന്നു, ഞാൻ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യം എന്നാ പറഞ്ഞതെന്ന്, എന്തോ ഗെയിമിംഗ് കിഡ് അങ്ങനെ ഒരു ഗെയിം, എന്തോ ഒരു പേരായിരുന്നു. അപ്പോൾ അത് മാറ്റി ഞാൻ DPFF എന്നിട്ട്. അതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ തുടങ്ങിയൊരു ചാനലായിരുന്നു അപ്പോഴൊക്കെ. അപ്പോൾ ഞങ്ങൾ DPFF എന്നിട്ട്, അവൻ്റെ പേര് ദേവൻ എന്ന്, എൻ്റെ പേര് പ്രണവ് എന്ന്. അപ്പോൾ ഞങ്ങൾ DPFF എന്നിട്ട് അത് അവസാനം മടുത്തിട്ട് അത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടത്തൊന്നുമില്ല. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വേറെ കുറേ ആൾക്കാരുടെ മാത്രമേ വരത്തുള്ളൂ, എൻ്റെ ഒന്നും വരത്തില്ല. അവസാനം ഞാൻ അവനോട് പറഞ്ഞടാ പേര് മാറ്റട്ടെ, നമ്മുടെ ചാനൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടൊന്നും വരുന്നില്ലെന്ന്. അവസാനം പറഞ്ഞു എന്നാൽ ശരി മാറ്റിക്കോടാ, ഒരു കുഴപ്പമില്ലെന്ന്. അവസാനം ഞാൻ മാറ്റി മിസ്റ്റർ പ്രണവ് ഗെയിമിംഗ് നിന്ന് ചുമ്മാ ഇട്ട്. അതെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ തന്നെ നമുക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിൻ്റെ ഫസ്റ്റൊക്കെ ചിലപ്പോഴൊക്കെ കാണും. അപ്പോൾ അതൊരു നൈസ് നെയിമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പ്രണവ് എന്ന് പറയുമ്പോൾ എന്തൊരു വൃത്തിക്കേട്, മിസ്റ്റർ എന്നൊക്കെ വരുമ്പോൾ ഒരു എന്തോ പോലെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട്. അവസാനം ഞാൻ മുഫാസ ഗെയിമിംഗ് നിട്ട്. മുഫാസ എന്ന് പറയുമ്പം കുറേ പേരുണ്ട് ഗൈസ്, യൂട്യൂബിൽ കുറേ പേര് മുഫാസ ഗെയിമിംഗ് എന്നൊക്കെ ഉണ്ട്. പക്ഷേ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം ഫസ്റ്റൊന്നും അല്ലായിരിക്കും, ചിലപ്പോഴൊക്കെ താഴെ ആയിരിക്കും, ചിലപ്പോഴൊന്നും കാണത്തുമില്ലായിരിക്കും. കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ @മുഫാസ1945 എന്ന് കൊടുത്താൽ മതി ഗൈസ്. ഗ്യാപ്പൊന്നും വേണ്ട, നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ചാനൽ കാണുന്നതായിരിക്കും. പിന്നെ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 1K അടിക്കുവാണ്, റെഡിങ് കോഡ് ഇരിപ്പുണ്ട് ഗൈസ്. അത് ഞാൻ എടുത്ത് വെച്ചില്ല, എടുക്കണം എന്നൊക്കെ ഉണ്ട്, എടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ല്. അപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, വേറൊരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും ഉടനെ. അപ്പോൾ ടാറ്റാ, നമ്മൾ പോവാണേ.